മിഡ് എക്സാമിന് ഇനി നമ്മുടെ മുന്നിൽ വെറും 22 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ സിലബസ് കവർ ചെയ്യാനും അതേപോലെ റിവൈസ് ചെയ്യാനുള്ള സമയമൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ആണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഴ്ചത്തെ പ്ലാനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാജുവലി നമുക്ക് സമയമൊക്കെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് നിങ്ങൾ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഒരു 6:30 നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിപ്പോൾ ഞാനൊരു കോമൺ ആയിട്ടൊരു ജനറൽ ആയിട്ടൊരു ടൈം ടേബിളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് പ്രയറിൻ്റെ ടൈം അല്ലെങ്കിൽ ഫുഡിൻ്റെ ടൈമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് നോക്കാം. യെസ്, മൺഡേ. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങണം. ഇന്ന് 6:30 മുതൽ 7 മണി വരെ അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആകാം, അറബി ആകാം, സാൻസ്ക്രിറ്റ് ആകാം, ഇഷ്ടമുള്ള നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, മലയാളം ഫസ്റ്റ് ആണ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുന്നത്. അതിൻ്റെ ചാപ്റ്റർ 1 എന്ത് ചെയ്യുക, നിങ്ങളൊരു അരമണിക്കൂറിൽ വായിക്കുക, നന്നായിട്ട് വായിക്കുക. അടുത്തത് 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുക. അതേപോലെ 7:30 മുതൽ 8 മണി വരെ അരമണിക്കൂർ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആംഗിൾസിൻ്റെ പാർട്ട് 1, അതായത് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ 2ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിൻ്റെ പകുതി ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ചു തീർക്കാം. ഇനി നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. 15 മിനിറ്റ് എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് ബുക്ക് തുറന്ന് നോക്കാതെ അടച്ചു വെച്ചിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, റിക്കോൾ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത്രയും നേരം പഠിച്ചതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പോകുന്നത് ഈ ഒരു 15 മിനിറ്റിലായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് അടുത്ത ദിവസം ചൊവ്വാഴ്ച നാളെ മലയാളം സെക്കൻഡിൻ്റെ ചാപ്റ്റർ 1 എന്ത് ചെയ്യാം, ഇതേപോലെ അരമണിക്കൂറിൽ വായിക്കാം. ഇനി അടുത്ത 7 മണി മുതൽ 7:30 വരെ അരമണിക്കൂറിൽ ചാപ്റ്റർ മൊത്തം ഇരുന്ന് വായിക്കണമെന്നില്ല. നേരത്തെ തീരുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം. ഇനി അടുത്തത് 7 മണി മുതൽ 7:30 വരെ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷനെ 2ആയിട്ട് തിരിക്കുക. അതിൻ്റെ പകുതി ഭാഗം എന്ത് ചെയ്യുക, പാർട്ട് 1 നിങ്ങൾ അന്ന് പഠിക്കുക, നാളെ പഠിക്കുക. അതേപോലെ കഴിഞ്ഞ ദിവസം പഠിച്ച മാത്സിൻ്റെ ആംഗിൾസ് പാർട്ട് 2, അതായത് ആ ആംഗിൾസ് എന്ന ചാപ്റ്റർ അടുത്ത ദിവസം തീർത്തിരിക്കണം. പിന്നെ അതേപോലെ 15 മിനിറ്റ് റീകോൾ. ഇനി അടുത്ത ബുധനാഴ്ച 30-ാം തീയതി ഹിന്ദിയിലെ ചാപ്റ്റർ 1 ഇതേപോലെ പഠിക്കുക. സമയത്തിനൊന്നൊരു മാറ്റമില്ല. യെസ്, ഇനി 7 മണി മുതൽ 7:30 വരെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ഫോർ ഹെൽത്തിൻ്റെ പാർട്ട് 1 പകുതി ഭാഗം നിങ്ങൾ കവർ ചെയ്യുക. യെസ്, അതിനുശേഷം സോഷ്യലിൻ്റെ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ്റെ പാർട്ട് 2, കഴിഞ്ഞ ദിവസം അതിൻ്റെ പാർട്ട് 1 തീർത്തല്ലോ. ഇനി ബാക്കിയുള്ള പകുതി എന്ത് ചെയ്യുക, ബുധനാഴ്ച തീർക്കുക. 15 മിനിറ്റ് റീകോൾ. ഇനി അടുത്തത് തേഴ്സ്ഡേ 31-ാം തീയതി യെസ്, ഇംഗ്ലീഷിലെ ചാപ്റ്റർ 2 എന്ത് ചെയ്യുക, അന്ന് വായിക്കുക. പിന്നെ മാത്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 1 ഫ്രാക്ഷൻ മിനി ഫോംസ് തുടങ്ങി വെക്കുക. പകുതി ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക. അതേപോലെ ബേസിക് സയൻസിൻ്റെ ഫുഡ് ഫോർ ഹെൽത്ത് പാർട്ട് 2 അന്ന് അത് തീർത്തിരിക്കണം. ഇനി 15 മിനിറ്റ് റീകോൾ. ഇനി അടുത്തത് വെള്ളിയാഴ്ച 1-ാം തീയതി ബേസിക് സയൻസിൻ്റെ അടുത്ത ചാപ്റ്റർ മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയം എന്ത് ചെയ്യുക, പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുക, പകുതി ഭാഗം കവർ ചെയ്യുക. ഹിന്ദിയുടെ ചാപ്റ്റർ 2 വായിക്കുക. അതേപോലെ സോഷ്യലിൻ്റെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഏർലി സ്റ്റേറ്റ്സ് പകുതി വരെ എന്ത് ചെയ്യുക, പഠിക്കുക. 15 മിനിറ്റ് റീകോൾ. ഇതാണ് ഈ ഒരു വെള്ളിയാഴ്ച വരെയുള്ള ടൈം ടേബിൾ. പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഫ്രീ ആയതുകൊണ്ട് നമ്മുടെ സമയത്തിന് മാറ്റമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ചധികം സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ രാവിലെ 10 മണി മുതൽ 10:45 വരെ 3/4 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ബ്രേക്കിനൊക്കെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം. പിന്നെ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച വരെയുള്ള ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ സബ്ജക്ട്സ് ഇങ്ങനെ മാറി മാറി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സബ്ജക്റ്റ് കുറേ സമയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, മടുപ്പ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ ഒരു സബ്ജക്റ്റ്, അരമണിക്കൂർ വേറെ സബ്ജക്റ്റ്, അങ്ങനെ മാറ്റി മാറ്റി ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മടുപ്പില്ലാതെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാറ്റർഡേത്തെ നോക്കുകയാണെങ്കിൽ 10 മണി മുതൽ 10:45 വരെ രാവിലെ എന്ത് ചെയ്യുക, മലയാളം ഫസ്റ്റിൻ്റെ ചാപ്റ്റർ 3 നിങ്ങൾ വായിക്കുക. 3/4 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി 11 മണി മുതൽ 11:45 വരെ മാത്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പകുതി പാർട്ട് 2 അന്ന് തീർക്കുക. ഇനി അതേപോലെ 6 മണി മുതൽ 6:45 വരെ സോഷ്യലിൻ്റെ തുടങ്ങി വെച്ച ചാപ്റ്റർ ഏർലി സ്റ്റേറ്റ്സ് അന്ന് തീർക്കുക. അതേപോലെ ഏതാ ബേസിക് സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പാർട്ട് 2 അന്ന് അത് തീർക്കുക. ഇനി 8 മണിക്ക് തീർന്നല്ലോ. അപ്പോൾ 8 മണി മുതൽ 8:15 വരെ സെയിം അന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിക്കോൾ ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. യെസ്, ഇനി സൺഡേ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സിൽ ഈ ഒരു ആഴ്ച കൊണ്ട് ആംഗിൾസും 1 ഫ്രാക്ഷൻ മിനി ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിക്കേണ്ടത്. ഇനി അതേപോലെ സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഈ ഒരു ആഴ്ചയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 11 മണി തൊട്ട് 11:45 വരെ സോഷ്യലിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ 11:45 കഴിഞ്ഞിട്ട് 6 മണിയാണ് ഞാൻ സമയം ഇട്ടത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കറക്റ്റായിട്ട് ഈ സമയത്ത് അത് തീർന്നിരിക്കണം.
ഇനി 6 മണി മുതൽ 6:45 വരെ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് സൺഡേ ആയതുകൊണ്ട് കുറച്ചധികം സമയം റിക്കോളിന് ഇട്ടിട്ടുണ്ട്. 7:30 മുതൽ 8:30 വരെ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം പഠിച്ചതും ഈ ഒരാഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മൺഡേ പഠിച്ച കാര്യം വരെ ഓർമ്മയുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ദിവസം ടെസ്റ്റ് ചെയ്യുക. റിക്കോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വെറുതെയാണ്. ഇതിവിടെ സ്റ്റോർ ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ റിക്കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം നിങ്ങൾ വിട്ടുപോയി മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്നുകൂടി എടുത്ത് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സായി പോകുന്ന കാര്യങ്ങൾ എടുത്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടുത്ത പ്ലാൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് മൺഡേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ കറക്റ്റായിട്ട് ഈ പ്ലാൻ ഫോളോ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള സമയം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചിലർ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. റിവൈസ് ചെയ്യണം, റിവിഷൻ ക്ലാസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് ഒന്ന് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മക്കളെ, പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, കറക്റ്റായിട്ട് ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത്. ഇനി ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യാതെ നമ്മുടെ പഠിത്തം നടക്കില്ല. വെറുതെ ഒരു പ്ലാൻ ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഓണം എക്സാം മുന്നിൽ അത്രയും സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി അടുത്ത പ്ലാനായിട്ട് നെക്സ്റ്റ് മൺഡേ കാണാം. അതുവരേക്കും ബൈ.